So dear children, welcome to Kids Area Online. Kids Area Online-ൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. അതുപോലെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ ഒരു സെക്കൻഡ് ടൈം എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് സെക്കൻഡ് ടൈം എക്സാമിനായിട്ട് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നത്. സൂമിൽ ലൈവ് ക്ലാസ്സുകളായിരിക്കും. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഇതിനു പുറമെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ട്. കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ട്യൂഷൻ ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സസ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ ബേസിക് ക്ലാസ്സസ് ആണ്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. അപ്പോൾ ഏത് ക്ലാസ് ആണോ നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വെക്കേഷൻ ഒത്തിരി ക്ലാസ്സുകൾ വരുന്നുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സസ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട്. ഓക്കെ, താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സപ്പ് നമ്പർ. ഇതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാമത്തെ യൂണിറ്റ് ആണ്, മാനത്തേക്ക്. നിങ്ങൾ പഠിച്ചതല്ലേ? പഠിച്ചില്ലേ? യെസ്. അപ്പ് above the sky, up above the sky, മാനത്തേക്ക്. അതിൽ നിന്നുമുള്ള കുറച്ച് ഭാഗങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, ആദ്യം എന്താണ് നോക്കുന്നത് അറിയാവോ? എല്ലാവരും എങ്ങോട്ടേക്കാ നോക്കുന്നേ? മാനത്തേക്കാ. എന്തൊക്കെയാ മാനത്തുള്ളത്? ആകാശത്ത് എന്തൊക്കെയാ ഉള്ളേ? എന്തൊക്കെയാ അറിയാം? നോക്കിയേ, ആകാശത്ത് എന്തൊക്കെയുണ്ട്? നിറയെ സ്റ്റാർസ്, നക്ഷത്രങ്ങളുണ്ട്. എന്നിട്ടോ സൺ, മൂൺ ഇതൊക്കെ ഉണ്ടല്ലേ. അപ്പം ഇതെല്ലാം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ആദ്യം എന്താണ് പഠിക്കുന്നതെന്ന് അറിയാവോ? നിലാവ്. എന്താ? നിലാവ്. എന്താണ് നിലാവ്? മൂൺ ലൈറ്റ്. നിലാവെന്ന് പറഞ്ഞാൽ മൂൺ ലൈറ്റ്. നിലാവെന്ന് പറഞ്ഞാൽ എന്താ? മൂൺ ലൈറ്റിനെയാണ് നിലാവ് എന്ന് പറയാം. എന്താണ് നിലാവെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ. ഹായ്, എന്തു രസം! പൂർണ്ണചന്ദ്രനും എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്രങ്ങളും, ആകാശത്തെ മനോഹര കാഴ്ചകൾ. കൂട്ടുകാരെ, ആകാശ കാഴ്ചകൾ നിങ്ങളും കണ്ടിട്ടില്ലേ? അച്ഛാ, നിലാവിനെന്താ വെയിൽ പോലെ ചൂടില്ലാത്തത്? മാളു ചോദിച്ചു. അപ്പോൾ നിലാവ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നിലാവെന്ന് പറഞ്ഞാൽ എന്താ? വെയിൽ പോലെ ചൂടുണ്ടോ? ഇല്ല. അപ്പൊ നിലാവ് എന്തിൽ നിന്ന് വരുന്നു? സൂര്യനിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ? എന്തിൽ നിന്നാ നിലാവ് ഉണ്ടാവുക? ചന്ദ്രനിൽ നിന്ന്. അപ്പൊ ചന്ദ്രനിൽ നിന്ന് ചൂട് നമുക്ക് കേൾക്കുന്നുണ്ടോ? നമുക്ക് നോക്കിയാലോ. സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ്. സൂര്യനോ പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ്. ദ സൺ ഈസ് എ സ്റ്റാർ. സൺ എന്ന് പറയുന്നത് എന്താ? സ്റ്റാർ ആണ്. ഗീവ്സ് ഔട്ട് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഓൺ ഇറ്റ്സ് ഓൺ. സ്വന്തമായിട്ട് ചൂടും പ്രകാശവും എന്ത് ചെയ്യും? സ്റ്റാർ ഉണ്ടാക്കും. ഇപ്പൊ സ്റ്റാറിന് തന്നെ എന്തുണ്ട്? വെളിച്ചവും ഉണ്ട്, പ്രകാശവും ഉണ്ട്, ചൂടും ഉണ്ട്. അപ്പൊ സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ്. സൂര്യൻ എന്താ? ചൂടുണ്ട്. എന്നാൽ ചന്ദ്രനോ സ്വയം പ്രകാശിക്കോ? ഇല്ല. ചന്ദ്രൻ സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് അതിൽ എന്തും ഇല്ല, ചൂടും ഇല്ല. അപ്പൊ ചന്ദ്രൻ എന്താ ചെയ്യുന്നേ? തന്നിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിലാവിന് എന്താ? ചൂടുണ്ടോ? നിലാവിന് ചൂടില്ല. ചന്ദ്രന്റെ പ്രകാശമല്ലേ ഇവിടെ നിലാവായിട്ട് കാണുന്നത്. ചന്ദ്രന്റെ പ്രകാശമാണ് നിലാവായിട്ട് കാണുന്നത്. സൂര്യന്റെ പ്രകാശം ചൂടായിട്ട് നമുക്കറിയാൻ പറ്റും അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് നിലാവിന് വെയിൽ പോലെ ചൂടില്ലാത്തത്? നിലാവ് എന്തിൽ നിന്നാ ഉണ്ടാവുന്നേ? ചന്ദ്രന്റെ പ്രകാശമാണ് നിലാവ്. ചന്ദ്രൻ എന്ത് ചെയ്യുന്നില്ല? സ്വയം പ്രകാശിക്കുന്നില്ല. അതുകൊണ്ട് അതിൽ എന്തില്ല? ചന്ദ്രനിൽ ചൂടില്ല. സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ വരും. ചന്ദ്രനിൽ പതിക്കുമ്പോൾ എന്ത് ചെയ്യും? ചന്ദ്രൻ ആ പ്രകാശത്തെ നമുക്ക് കാണിച്ചു തരുന്നതാണ് നിലാവ്. സൂര്യപ്രകാശം
ചന്ദ്രനിൽ തട്ടുമ്പോൾ ചന്ദ്രൻ ആ പ്രകാശത്തെ എന്ത് ചെയ്യുന്നു? പ്രതിഫലിപ്പിക്കുന്നു, നമുക്ക് കാണിച്ചു തരുന്നു. ആ പ്രകാശമാണ് നിലാവ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും പഠിച്ചു. ചന്ദ്രന്റെ പ്രകാശമാണ് നിലാവ്, അത് മനസ്സിലായില്ലേ? ദ സൺ ഈസ് എ സ്റ്റാർ. സൺ എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. ദാറ്റ് ഗീവ്സ് ഔട്ട്, അത് എന്തൊക്കെയാ പുറത്തേക്ക് വിടുന്നത്? ഹീറ്റ്, ചൂട് പുറത്തേക്ക് വിടുന്നുണ്ട്. ആൻഡ് ലൈറ്റ്, പ്രകാശവും പുറത്തേക്ക് വിടുന്നുണ്ട്. ബട്ട് ദ മൂൺ കനോട്ട് ഡു ദാറ്റ്. പക്ഷെ മൂൺ ഇത് ചെയ്യുന്നുണ്ടോ? ലൈറ്റും ഹീറ്റും മൂൺ പുറത്തേക്ക് വിടുന്നുണ്ടോ? ഇല്ല. മൂണിന് ലൈറ്റും ഇല്ല, ഹീറ്റും ഇല്ല. ഇതെന്താ ചെയ്യുന്നേ? ഇറ്റ് ഓൺലി റിഫ്ലക്ട്സ്. റിഫ്ലക്ട് ചെയ്യുന്നു, പ്രതിഫലിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്താ? ദ സൺലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ഇറ്റ്. ആ മൂണിന്റെ പുറത്ത് പതിക്കുന്ന സൂര്യപ്രകാശമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് മൂണിവിടെ പ്രകാശം ഉള്ളതുപോലെ കാണുന്നില്ലേ? പക്ഷെ മൂണിന് പ്രകാശം ഇല്ല. സൺലൈറ്റ് മൂണിൽ തട്ടുമ്പോൾ ഉള്ള ആ പ്രകാശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നിലാവിന് എന്തില്ലാത്തത്? ചൂടില്ലാത്തത്. അപ്പൊ ആ സൂര്യന്റെ ലൈറ്റ്, സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി ആ പ്രകാശമാണ് നമുക്ക് നിലാവായിട്ട് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? മനസ്സിലായല്ലോ? യെസ്. ഇപ്പൊ സൂര്യന് താപവും ഉണ്ട്, ചൂടും ഉണ്ട്, ലൈറ്റും ഉണ്ട്. ചന്ദ്രനോ? ഹീറ്റും ഇല്ല, ലൈറ്റും ഇല്ല, സ്വയം പ്രകാശിക്കത്തില്ല. ചന്ദ്രൻ എന്താ ചെയ്യുന്നേ? സൂര്യപ്രകാശം, ചന്ദ്രനിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായോ? യെസ്. നക്ഷത്രങ്ങൾ. എന്താണ് നക്ഷത്രങ്ങൾ? സ്റ്റാർസ്. എന്താണ് സ്റ്റാർസ്? സ്റ്റാർസ് ആർ ഹെവൻലി ബോഡീസ് ദാറ്റ് ഷൈൻ ഇൻ ദ സ്കൈ. ആകാശത്ത് തിളങ്ങുകയാണല്ലോ ചെയ്യുന്നേ. ഇപ്പൊ തിളങ്ങുന്ന ആകാശഗോളങ്ങൾ, ജ്വലിക്കുന്ന, അതായത് ജ്വലിക്കുക, അതിന് തീ കത്തില്ലേ, അതുപോലെ ജ്വലിക്കുക. ആ ജ്വലിക്കുന്ന തിളങ്ങുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ഇപ്പൊ സൂര്യനും എന്താ? ഒരു നക്ഷത്രമാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ദ സൺ ഈസ് എ സ്റ്റാർ. സൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണ്. ഇപ്പൊ സ്റ്റാർസ് ആണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ജ്വലിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. സൂര്യൻ എന്താ? ഒരു നക്ഷത്രമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? സൂര്യനെ കുറിച്ച് മനസ്സിലാക്കി, ചന്ദ്രനെ കുറിച്ച് മനസ്സിലാക്കി, സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണെന്നും മനസ്സിലായി. അടുത്തുള്ളത് ഗ്രഹവും ഉപഗ്രഹവും. ഗ്രഹം, ഉപഗ്രഹം. പ്ലാനറ്റ് ആൻഡ് സാറ്റലൈറ്റ്. പ്ലാനറ്റ് ആൻഡ് സാറ്റലൈറ്റ്. ഗ്രഹവും ഉപഗ്രഹവും. എന്താണ് ഗ്രഹം എന്ന് നോക്കാം. ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നു. സൂര്യനെ ഒരു നിശ്ചിത പാതയിലൂടെ എല്ലാ പ്രാവശ്യവും ഒരു നിശ്ചിത പാതയുണ്ടാവും. ആ വഴിയെ മാത്രമേ അത് കറങ്ങത്തുള്ളൂ. ഒത്തിരി ആകാശഗോളങ്ങൾ ഉണ്ടാവും. ആ ഓരോ ആകാശഗോളങ്ങൾക്കും സൂര്യനെ വലം വയ്ക്കാൻ ഒരു വഴി പോലെ, കാരണം റൗണ്ട് പോലെ ഉണ്ടാവും. അതിൽ കൂടി മാത്രമേ ആ ആകാശഗോളം സൂര്യനെ വലം വയ്ക്കത്തുള്ളൂ. അപ്പോൾ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. അങ്ങനെ സൂര്യനെ വലം വയ്ക്കുന്ന ഒന്നാണ് ഭൂമി. അപ്പോൾ ഭൂമി എന്താ? ഒരു ഗ്രഹമാണ്. മനസ്സിലായല്ലോ? സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ ഗ്രഹങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ സൂര്യനെ ഭൂമി എന്ത് ചെയ്യുന്നു? വലം വയ്ക്കുകയാണ്, ചുറ്റുകയാണ്. ഭൂമി അതുകൊണ്ട് എന്താ? ഒരു ഗ്രഹമാണ്. പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാനറ്റ്സ് ആർ ഹെവൻലി ബോഡീസ് ഇൻ ദ സ്കൈ that revolve around the sun along a definite path. ഒരു പാത്ത് ഉണ്ടാവും, ഒരു പാതയുണ്ടാവും. ആ പാതയിലൂടെ എന്ത് ചെയ്യും? സണ്ണിനെ ഇങ്ങനെ റിവോൾവ് ചെയ്യും, ചുറ്റിക്കറങ്ങും. സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങും. അതാണ് റിവോൾവ് around the sun. Planets are heavenly bodies in the sky. Planets എന്ന് പറയുന്ന heavenly bodies ആണ്. എവിടത്തെ? ആകാശത്തെ. That revolve. heavenly bodies എന്ന് പറഞ്ഞാൽ ആകാശഗോളങ്ങൾ. പ്ലാനറ്റ് എന്ന് പറയുന്ന ആകാശഗോളങ്ങളാണ്. എവിടത്തെയാ? ഇൻ ദ സ്കൈ, ആകാശത്ത്.
ദാറ്റ് റിവോൾവ് അത് ചുറ്റിക്കറങ്ങുന്നു. അറൌണ്ട് ദ സൺ സണ്ണിന് ചുറ്റും വലം വയ്ക്കുന്നു. അലോങ് എ ഡെഫിനിറ്റ് പാത്ത് ഒരു പാത്ത് ഉണ്ട്, ആ പാതയിലൂടെ അത് വലം വയ്ക്കുന്നു. ദ എർത്ത് ഈസ് എ പ്ലാനറ്റ്. എർത്ത് എന്ന് പറയുന്നത് എന്താ? പ്ലാനറ്റ് ആണ്. കാരണം എർത്ത് എന്ത് ചെയ്യുന്നു? സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു, ചുറ്റിക്കറങ്ങുന്നു. എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങുകയാണ്. അതുകൊണ്ട് എർത്ത് എന്ന് പറയുന്നത് എന്താ? പ്ലാനറ്റ് ആണ്. ഇനി സാറ്റലൈറ്റ് എന്താണെന്ന് നോക്കാം. ഉപഗ്രഹങ്ങൾ. സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ. അപ്പോൾ നമ്മൾ സൂര്യനെ ചുറ്റും വലം വയ്ക്കുന്നതാണ് ഗ്രഹം എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളം എന്താ? ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങൾ ഉപഗ്രഹങ്ങൾ. സൂര്യനെ വലം വയ്ക്കുന്ന സണ്ണിനെ റിവോൾവ് ചെയ്യുന്നത് പ്ലാനറ്റ്. പ്ലാനറ്റിനെ റിവോൾവ് ചെയ്യുന്നത് എന്താ? റിവോൾവ് അറൌണ്ട് പ്ലാനറ്റ് എന്താണ്? സാറ്റലൈറ്റ്സ്. അപ്പോൾ സാറ്റലൈറ്റ്സ് ആർ ഹെവൻലി ബോഡീസ്. പ്ലാനറ്റ്സും ഹെവൻലി ബോഡീസ് ആണ്. സാറ്റലൈറ്റും ഹെവൻലി ബോഡീസ് ആണ്. സ്റ്റാർസും ഹെവൻലി ബോഡീസ് ആണ്. ഓക്കെ, സ്റ്റാർസ് ആർ ഹെവൻലി ബോഡീസ്, പ്ലാനറ്റ്സ് ആർ ഹെവൻലി ബോഡീസ്, സാറ്റലൈറ്റ്സ് ആർ ഹെവൻലി ബോഡീസ്. എല്ലാം ആകാശഗോളങ്ങളാണ്. പ്ലാനറ്റ്സ് എന്താ ചെയ്യുന്നേ? ആ ആകാശഗോളങ്ങൾ എന്താ ചെയ്യുന്നേ? സണ്ണിന് ചുറ്റും കറങ്ങുന്നു, റിവോൾവ് അറൌണ്ട് ദ സൺ. സാറ്റലൈറ്റ് എന്താ ചെയ്യുന്നേ? റിവോൾവ്സ് അറൌണ്ട് പ്ലാനറ്റ്സ്, പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങുന്നു. അപ്പൊ ഗ്രഹങ്ങൾക്ക് ചുറ്റും കറങ്ങുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചുറ്റും കറങ്ങുകയാണെങ്കിൽ എന്താ? ഉപഗ്രഹങ്ങൾ. അങ്ങനെ ഭൂമി എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണല്ലോ. നമ്മൾ പറഞ്ഞു ഭൂമി ഒരു ഗ്രഹമാണ്. ഭൂമി എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണ്, ഒരു ഗ്രഹമാണ്. ഈ ഭൂമിയുടെ ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹം ഏതാ? ചന്ദ്രൻ. ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ചുറ്റും കറങ്ങുകയാണ്. അതുകൊണ്ട് ഭൂമിയുടെ സാറ്റലൈറ്റ് എന്താണ്? ചന്ദ്രനാണ്. ഓക്കെ, ദ മൂൺ ഈസ് ദ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. മൂൺ എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ആണ്. ഭൂമി എന്ന് പറയുന്നത് എന്താ? പ്ലാനറ്റ് ആണ്. മൂൺ എന്ന് പറയുന്നത് എന്താ? സാറ്റലൈറ്റ് ആണ്. സൺ എന്ന് പറയുന്നത് എന്താ? സ്റ്റാർ ആണ്. സൺ എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. പ്ലാനറ്റ് എന്ന് പറയുന്നത് ഭൂമി എന്ന് എർത്ത് എന്ന് പറയുന്നത് പ്ലാനറ്റ്. ഭൂമി എന്ന് പറയുന്നത് പ്ലാനറ്റ്. ചന്ദ്രൻ എന്ന് പറയുന്നത് സാറ്റലൈറ്റ്, ഉപഗ്രഹമാണ്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? മനസ്സിലായി. ഇപ്പൊ ടീച്ചർ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞേ? എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? സ്റ്റാർ, സൂര്യനെ കുറിച്ച് പറഞ്ഞു. സൂര്യനെ കുറിച്ച് പറഞ്ഞു. സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രമാണ്. നക്ഷത്രം. ഓക്കെ, അടുത്തെന്താ പറഞ്ഞേ? ഗ്രഹം. ഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് സൂര്യനാണെങ്കിൽ ഈ സൂര്യന് ചുറ്റും എന്താണ്? ഇതുപോലെ എന്തുണ്ടാവും? ഓരോ പാത്ത് ഉണ്ടാവും, ഡെഫിനിറ്റ് പാത്ത് ഉണ്ടാവും. ഇപ്പൊ ഭൂമി എന്ത് ചെയ്യും? ഇതാണെങ്കിൽ ഈ ഭൂമി ഇതിൽ കൂടെ ഇങ്ങനെ ചുറ്റും. ഓക്കെ, ഈ ലൈനിൽ കൂടെ മാത്രം എന്ത് ചെയ്യും? ഭൂമി ഇങ്ങനെ കറങ്ങും. അപ്പോൾ റിവോൾവ് അറൌണ്ട് ദ സൺ ആണ് എന്താ? ഗ്രഹം. ഭൂമി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗ്രഹമാണ്. ഇനി ഈ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് ആരാണ്? ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് ചന്ദ്രനാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? യെസ്. ഇവിടെ നോക്കണേ, അടുത്തെന്താണ് നോക്കിയേ? ഭൂമി സ്വയം കറങ്ങും. അത് നിങ്ങൾക്കറിയാവോ? ഭൂമി സ്വയം കറങ്ങും. അതിനെ എന്ത് പറയുമെന്നറിയാവോ? ഭൂമി സ്വയം കറങ്ങുന്നതിന് എന്ത് പറയുമെന്നറിയാവോ? റൊട്ടേഷൻ എന്ന് പറയും. ഭ്രമണം. എന്താ പറയാ? ഭ്രമണം. ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേറ്റ്. ഭൂമി സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയാ. ഭൂമി സ്വയം കറങ്ങുന്നതിന് എന്ത് പറയും? ഭ്രമണം. ഭൂമി സ്വയം കറങ്ങുന്നതിന് എന്താ പറയാ? ഭ്രമണം എന്നാണ് പറയാ. ഭൂമി സ്വയം കറങ്ങുന്നതിന് എന്ത് പറയും? ഭ്രമണം. ഭൂമി ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു? അതിന്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. ദ സ്പിന്നിങ് എന്ന് പറഞ്ഞാൽ പമ്പരം കറങ്ങുന്ന അറിയാലോ, അതുപോലെ ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്പിന്നിങ് ഓഫ് ദ എർത്ത്. ഭൂമി സ്വയം കറങ്ങുന്നു. ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്, സ്വന്തം അച്ചുതണ്ടിൽ എന്ത് ചെയ്യുന്നു? ഭൂമി സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. അങ്ങനെ ഭൂമി സ്വന്തമായിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി വരാൻ ഒരു ഭ്രമണം പൂർത്തിയാകുക. അതായത് ഒരു പ്രാവശ്യം ഭൂമി സ്വയം തിരിയും കേട്ടോ.
അല്ലാതെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതല്ല, വലം വയ്ക്കുന്നതല്ല. ഭൂമി സ്വയം, നിങ്ങൾ സ്വയം ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു ഒന്ന് നോക്കിയേ, ടേൺ അറൗണ്ട്. യെസ്, അതുപോലെ ടേൺ അറൗണ്ട് പോലെ ഭൂമി എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം കറങ്ങാനായിട്ട്, ഒരു പ്രാവശ്യം തിരിയാനായിട്ട് 24 hours വേണം. ഈ 24 hours-നെയാണ് നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്നത്. ഭൂമി ഒരു പ്രാവശ്യം സ്വന്തമായിട്ട് തിരിയുന്നതാണ് ഒരു ദിവസം. ഓക്കെ, മനസ്സിലായോ? ഇനി ഭൂമി സ്വന്തമായിട്ട് തിരിയുന്നതോടൊപ്പം എന്ത് ചെയ്യുന്നു? സൂര്യനെയും കൂടെ ചുറ്റുകയാണ്. സൂര്യനെ വലം വയ്ക്കുക, റിവോൾവ് അറൗണ്ട് ദ സൺ. ഭൂമി കറങ്ങി 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 എന്ത് ചെയ്യും? നോക്കണേ, കറങ്ങി 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 കറങ്ങിയാണ് ഈ സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നത്? വലം വയ്ക്കുന്നത്. അങ്ങനെ ഒരു തവണ സൂര്യന് വലം വയ്ക്കാൻ എത്ര ദിവസം വേണമെന്നറിയാവോ? ഒരു വർഷം. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365.25 ദിവസം. 365.25 ദിവസം എന്ത് വേണം? ഈ ഭൂമിക്ക് കറങ്ങി 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 സൂര്യനെ വലം വയ്ക്കാനായിട്ട് വേണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഭൂമി സ്വയം കറങ്ങുന്നു, സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുക. ഇതിനെന്ത് പറയും? പരിക്രമണം. ഭൂമി സ്വന്തമായിട്ട് കറങ്ങുന്നു, അതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെ പരിക്രമണം എന്ന് പറയുന്നു. The spinning of the earth on its own axis. എർത്ത് എന്ത് ചെയ്യുന്നു? സ്പിൻ ചെയ്യുന്നു, സ്വന്തമായിട്ട് കറങ്ങുന്നു. അതിന് എന്ത് പറയുന്നു? റൊട്ടേഷൻ. അപ്പോൾ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ ഇറ്റ് ടേക്സ് 24 hours ഫോർ ദ എർത്ത് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. ഒരു റൊട്ടേഷന് 24 hours വേണം. ദിസ് ഈസ് 1 day. അപ്പോൾ ഒരു ദിവസം കൊണ്ടാണ് ഭൂമി ഒരു പ്രാവശ്യം എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ സ്വന്തമായിട്ട് കറങ്ങി വരുന്നത്. അപ്പോൾ ഭൂമി സ്വന്തമായിട്ട് കറങ്ങുന്നതോടൊപ്പം ആർക്ക് ചുറ്റും കറങ്ങുന്നു? ദ സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ്. അതിന് റെവല്യൂഷൻ എന്ന് പറയും. റെവല്യൂഷൻ അറിയാലോ, റിവോൾവ് ചെയ്യുക, റിവല്യൂഷൻ. ഓക്കെ, അതിന് എത്ര ദിവസം വേണം? ഒരു വർഷം. അതായത് 365 ഡേയ്സ്. 365 എന്താണ് ഡേയ്സ്? എന്തിനു വേണം? റിവല്യൂഷൻ. അതായത് സൂര്യന് ചുറ്റും കറങ്ങാൻ ഭൂമിക്ക് 365 ദിവസം വേണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇപ്പൊ ഭൂമി സ്വയം കറങ്ങാനായിട്ട് 24 hours മതി. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങാനായിട്ട് ഒരു വർഷം വേണം, 365 ദിവസം വേണം. അപ്പോൾ ഭൂമി സ്വയം കറങ്ങുന്നു, അതോടൊപ്പം സൂര്യൻ എന്ത് ചെയ്യുന്നു? ചുറ്റി സഞ്ചരിക്കുന്നു. ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഇതിനെന്ത് പറയുന്നു? പരിക്രമണം. ഇതിനെ പറയുന്ന പേരാണ് പരിക്രമണം. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? യെസ്, ക്ലിയർ ആയി. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് സൂര്യൻ. സൂര്യൻ എന്ത് ചെയ്യാണ്? സ്വന്തമായിട്ട് സൂര്യൻ കറങ്ങും കേട്ടോ. സൂര്യൻ ഇതാ നിൽക്കുകയാണേ, സൂര്യൻ. അപ്പൊ സൂര്യന് ചുറ്റും ആരാണ് ഇങ്ങനെ കറങ്ങുക? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങും. ഇനി ഭൂമി എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണ്. ഈ പ്ലാനറ്റ് എന്ത് ചെയ്യുന്നു? ഈ സൂര്യൻ, ഈ സ്റ്റാറിന് ചുറ്റും, ഈ സൂര്യന് ചുറ്റും കറങ്ങുന്നു. ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താ? മൂണെന്ന് പറയുന്നത് എന്താ? സാറ്റലൈറ്റ്. ആർക്ക് ചുറ്റും കറങ്ങുന്നു? ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു. ഓക്കെ, ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നു, സൂര്യന് ചുറ്റും കറങ്ങുകയും ചെയ്യുന്നു. സാറ്റലൈറ്റ്, ഉപഗ്രഹമായ ചന്ദ്രൻ ഭൂമിയെ കറങ്ങുന്നു, ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത് സണ്ണിന് ചുറ്റും എർത്ത് എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു. എർത്ത് റൊട്ടേറ്റും ചെയ്യുന്നു, റിവോൾവും ചെയ്യുന്നു. സ്വയം കറങ്ങി 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 എന്ത് ചെയ്യുന്നു? സണ്ണിന് ചുറ്റും റിവോൾവും ചെയ്യുന്നു. മൂണെന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ആണ്. മൂൺ എന്ത് ചെയ്യുന്നു? നമ്മുടെ എർത്തിനെ റിവോൾവ് ചെയ്യുന്നു, റിവോൾവ് അറൗണ്ട് ദ എർത്ത്. സാറ്റലൈറ്റ് ആണ് മൂൺ. എർത്ത് എന്ന് പറയുന്നത് പ്ലാനറ്റ് ആണ്. സൺ എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. ഓക്കെ, ഇത് മൂന്നും ആകാശഗോളങ്ങളാണ്, ഹെവൻലി ബോഡീസ് ആണ് സ്കൈയിലെ. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സിൽ ബാക്കിയുള്ള അടുത്ത കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.